കെട്ടിയിട്ടില്ല, കുഴപ്പമില്ലായിരിക്കും. ബാക്കിൽ കയറിയിട്ടോ നോക്കി ലിച്ചിന് കണ്ടും. അതിന് റൈറ്റ് സൈഡിലെ ലിച്ചിന് ഇടയ്ക്ക് ലൂസ് കോണ്ടാക്ട്. നമ്മൾ പണ്ടത്തെ രീതിയിൽ ഞെക്കി കഴിഞ്ഞാൽ അത് ആവണില്ല, സ്ട്രെയിറ്റ് വെച്ച് വലിച്ചാലാവോ. അതിലെന്തോ ഒരു ചെറിയ മോള് വലുതാ അല്ലേ. അയ്യോ, അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, വരാൻ നേരത്ത്. സൈഡിൽ പള്ളിയുടെ ഇല്ല, അത് പ്രൈവറ്റ് പാർട്ടിയുടെയാണ്. പ്രൈവറ്റ് പാർട്ടി നമ്മുടെ അവിടുത്തെ പിന്നെ പെട്രോസൊക്കെ പോലെ. ഇവിടം വരെ പ്രശ്നമുള്ളൂ നമ്മുടെ ഈ ജംഗ്ഷൻ വരെ. അത് കൃത്യമായിട്ട് വരുന്നുണ്ടല്ലോ നമ്മൾ പണി തരാനായിട്ട്. ഇവിടെ വെച്ച് അങ്ങോട്ട് പോയപ്പോഴും ഇവിടെ കണ്ടല്ലോ അല്ലേ. ഇങ്ങോട്ട് പോയപ്പോഴും ഇവിടെ വെച്ച് കണ്ടേ. ഇതാണ് പള്ളി അന്ന് നമ്മൾ വന്നത്. ഇതെല്ലാം നേരെ കാണുന്നത് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി പൂത്തർക്ക. ജാക്കബീസിന് തൊട്ടപ്പുറം തന്നെ അതിന് കോലഞ്ചേരി പള്ളിയിൽ 3 നിലയായിട്ടാണ് പണിയുന്നത്. പീറ്ററാച്ചൻ പറഞ്ഞു മേൽക്ക് നിലയിലാണ് ഇത് വരുന്നത്, പള്ളി വരുന്നത്. യാക്കോബക്കാരുടെ പള്ളിയില്ലേ അത് ഇവിടെ ഇതില്ലടി. അല്ല ഇതിൻ്റെ അപ്പുറത്തായിരുന്നല്ലേ യാക്കോബക്കാരുടെ കൂടെ കേരള എൻട്രൻസ്. ഇത് കോസ്റ്റ്ലി, ഇത് ഞാൻ പറയുന്നു പറഞ്ഞിട്ട്. മൂന്നാമത്തെ നിലയിലെ പള്ളി തന്നെയാണെന്ന് അറിയാം പറഞ്ഞത്. പണിയണ പള്ളിയില്ലേ ജാക്കബീസിൻ്റെ, മൂന്നാമത്തെ നിലയിലാണ്. താഴെയല്ല പള്ളി വരുന്നത്. പ്രായവർക്ക് ലിഫ്റ്റ് വേണ്ടി വരികയായിരിക്കും മേലോട്ട് പോകണമെങ്കിൽ. റാമ്പ് ഉണ്ടാവുമെന്ന് പറഞ്ഞു നടന്നു പോകാനായിട്ട് ആളുകൾക്ക്. ഇവിടെയല്ലേ കുട്ടപ്പള്ളിക്കുള്ള നീളം. ഇതിലടി അന്ന് നമ്മൾ അല്ലേ BP സജീന്ദ്രൻ BP MLA വികസന ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച് സ്ഥാപിച്ചു ആ ലൈറ്റാണ്. ഞാൻ വിചാരിച്ചു ഓടായിരുന്നു. ഇത് പഞ്ചായത്തിലേക്കുള്ള റോഡിൻ്റെ ഇത് എനിക്ക് തോന്നുന്നു ഈ റോഡും ആ റോഡും ഉണ്ടല്ലോ നാഷണൽ ഹൈവേ ആയിട്ടുള്ള പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് ഇവിടെയില്ല പൂത്തർക്കാട്, അതിൽ നിന്ന് നാഷണൽ ഹൈവേ ആയിട്ടുള്ള റോഡാണെന്ന് തോന്നുന്നു. അങ്ങനെ കണ്ടോ ഇത് രണ്ടും ഇതിൽ വന്നേന്ന് തോന്നുന്നു. കേന്ദ്ര ഫണ്ടിൻ്റെ ഈ റോഡുകൾ വന്നേന്ന് തോന്നുന്നു. പഞ്ചായത്തുകളിൽ നിന്ന് നാഷണൽ ഹൈവേ ആയിട്ടുള്ള റോഡുകൾക്കിടെ ടാറിങ്ങിൻ്റെ പൈസ കിട്ടുന്നു. പഞ്ചായത്തിൻ്റെ ഹെഡ് ഓഫീസില്ല അവിടെ മുതൽ അടുത്തുള്ള ഹൈവേ വരെയുള്ള റോഡിൻ്റെ അങ്ങനെയുള്ള എന്തോ ഫണ്ടിലാന്ന് തോന്നുന്നു. ഈ റോഡും അപ്പുറത്തെ റോഡും അങ്ങനെയാണ് ടാർ ചെയ്തപ്പെട്ടത്.
ആ ഏത് സ്കൂളായിരുന്നു? അതാ ഓക്കെ. നമ്മൾ പിന്നെ ഡീറ്റെയിൽ സംസാരിക്കുക. ജനസംഖ്യ കുറവാല്ലേ ഈ പ്രദേശത്ത്? ഞങ്ങളൊക്കെ ഒരു മനുഷ്യൻ ഇവിടെ ഒരു വീടുണ്ട്, ഇവിടെ ഒരു വീടുണ്ട്. താഴോട്ട് പാടശേഖരമാണ് പണ്ടത്തെ. ഇവിടെയൊക്കെ ഫ്ലഡ് കയറുമെന്ന് അറിയില്ല. ഇവിടെ കയറില്ല, ഈ ഏരിയയായിട്ട് കയറിയതായിട്ട് പറഞ്ഞു. ഈ താഴെ പിന്നെ ഫ്ലഡ് ലെവലിൽ വരുന്ന ഇതിലൊക്കെ പ്രശ്നമാണ്. ഈ താഴോട്ട് ഇറങ്ങി പണ്ടത്തെ പണിതേക്കുന്ന വീടുകളൊക്കെ കറക്റ്റാണ്. അതൊക്കെ ഈ താഴെ ലെവലിൽ വീടുകളില്ല. പണ്ടത്തെ വീടുകൾ 2000-ന് ശേഷം പണിത വീടുകളാണ് താഴോട്ട് ഇറക്കി പണിതേക്കുന്നത്. പശുവിനെ കണ്ട് 24 മണിക്കൂർ നിർത്തി കൊടുക്കണം എന്നാണ്. പശുവിനെ ഏത് മൃഗങ്ങളെ അങ്ങനെയാന്ന് തോന്നുന്നു. പള്ളി സിംഹത്തിനെ കണ്ട് 24 മണിക്കൂർ നിർത്തണം എന്ന് പറയാൻ, ബാക്കി കടുവനെ സിംഹത്തെ കണ്ട് 24 മണിക്കൂർ വണ്ടി നിർത്തി കൊടുക്കണം എന്ന് പറയാൻ. ഇതാണ് നമ്മുടെ ഇതല്ലേ ഇവിടെ കണ്ട നമ്മുടെ സജീവൻ്റെ വീട്. ഓക്കെ നമ്മുടെ സജീവില്ലേ, സജീവൻ്റെ വീട് ഈ ഏരിയയിലെങ്ങാണ്ട തറവാട്. ആ വീട് അവൻ വീട് മാറിയോന്നറിയില്ല, പക്ഷെ തറവാട് ഈ അവൻ കയറുന്നുണ്ട്. ഇത് മറ്റേ അൾട്ടോയാണല്ലോ 800. പക്ഷെ ഫ്രണ്ടിൽ കയറി കഴിഞ്ഞിട്ട് പോണില്ല. പുറകിൽ ഇരുന്ന് ഓടിക്കാൻ താല്പര്യം, ഇൻട്രസ്റ്റ് ഉണ്ടാകുമോ? മറ്റേ വഴി തീരെ മോശമല്ലേ? ഈ വഴി പോയത് നന്നായി. കാര്യം 2 കിലോമീറ്റർ കൂടുതലുണ്ടെങ്കിലും മറ്റേ അങ്ങനെ അവിടം വരെ അങ്ങനെ ആ ജെയിംസേട്ടൻ്റെ വീട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ലെഫ്റ്റ് ടേൺ ചെയ്യില്ലേ, അന്ന് നമ്മൾ പോകുന്നില്ലേ, അവിടം വരെ ഈ സെയിം പ്രശ്നമായിരിക്കും. ആ വഴി വന്ന് നമ്മൾ ജെയിംസേട്ടൻ്റെ വീട് വരെ എത്തണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറം ആ റോഡ് ടേൺ ചെയ്യില്ലേ, ആ റോഡ് ടേൺ ചെയ്താൽ പിന്നെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ആ റോഡ് ഇതുപോലെ തന്നെ നന്നായിട്ട് ഇറങ്ങും. ആ റോഡ് ഭയങ്കര മോശമായിരുന്നു കൊണ്ട്. അത് ഒരു 2000 മുതൽ 2010-15 വരെ ഞാൻ ഈ മറ്റേ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന.
ഇവൻ്റെ വണ്ടി. ആ ഇവിടെ സർക്കാരിൻ്റെ ഏതാണ്ട് ഹോസ്പിറ്റലൊക്കെ വന്നു തോന്നുന്നു. നീതി മെഡിക്കൽ വഴികളുണ്ട്. മറ്റേ ഇതുണ്ട്, നല്ല കോപ്പറേറ്റീവ് ഹോസ്പിറ്റലുണ്ട്, ഉണ്ടല്ലേ? അവിടെ ഹോസ്പിറ്റലുണ്ട് ഇപ്പം. 2-3 ഡോക്ടേഴ്സും ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ലടി, അവരുടെ കീഴിലുള്ള ഹോസ്പിറ്റൽ. നമ്മുടെ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഒക്കെ പോലെ ഇല്ലേ, അതുപോലത്തെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള ഹോസ്പിറ്റൽ. ഇതാണ് നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൻ്റെ പുതിയ മറ്റേ ഇത് കൊമേഴ്സ് ബ്ലോക്ക് അല്ല, മറ്റേ ആർട്സ് ബ്ലോക്ക്. ഓ അത് ആർട്സ് ബ്ലോക്ക്. ഇത് ഇപ്പോൾ റൈറ്റിൽ കാണുന്ന സെൽഫ് ഫൈനാൻസിങ് ബ്ലോക്ക്. രണ്ട് പിള്ളേർ ഒരുമിച്ച് വന്നെയെന്ന് പറഞ്ഞു. അനുവിൻ്റെ അനിയൻ എന്ന് പറഞ്ഞാൽ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്. മറ്റേ ആൾക്ക് 3:30 വിടുമ്പോഴത്തേക്കും പുള്ളി 4:45 വരും. ഇവന് അവിടെ നിന്ന് 4 മണിക്ക് വിടും, 5 മണിയാകുമ്പോഴത്തേക്ക് എത്തും ബസ്സിൽ. എത്തണമൊക്കെ വലിയ വ്യത്യാസമില്ലാന്ന് പറഞ്ഞു രണ്ടുപേര്. മറ്റേ ബസ് പിടിച്ച് വരണമെന്ന് പറഞ്ഞു. അപ്പം സമയത്തിന് എത്തില്ലാന്ന്. ഈ പല ബസ് പിടിച്ച് നടന്നൊക്കെ വേണമല്ലോ. അപ്പം അവിടെ നിന്ന് പുള്ളി വരണത് ഇവൻ വരണമൊക്കെ ഏതാണ്ട് അടുത്തടുത്ത സമയമാണെന്ന് പറഞ്ഞു. ഹോട്ടലിൽ നിന്ന് വരുമ്പോഴും വന്ന് അവിടെ എത്തുമ്പോഴത്തേക്കും മറ്റേ ആളുടെ വണ്ടിയും വന്നിട്ടുണ്ടാകുന്നത്. രാവിലെ 8 മണിക്ക് കയറിയെന്നാണ് പറഞ്ഞു. 9 മണിയാകുമ്പോഴത്തെ 8:45 അവിടെ എത്തുന്നതാണ്. അവരുടെ വീടിൻ്റെ അവിടെ നിന്ന് മുത്തൂറ്റിൻ്റെ വണ്ടി ഉണ്ടെന്ന്. ശരിക്കും ഗ്രീൻ കാസ്റ്റിൽ താമസിക്കുന്നവരാരെയും നമ്മളറിയില്ല അല്ലേ. പല സ്ഥലത്തുനിന്ന് വന്ന ആളുകളായി. വലിയ ആയതുകൊണ്ട് നമ്മൾ ലോക്കൽ ആളുകളല്ല. ആളുകൾ ലോക്കലായിരിക്കും. ചിലപ്പോൾ ഇവിടുന്ന് ഒരു 5 കിലോമീറ്ററിനോ 10 കിലോമീറ്ററിനുള്ളിൽ തന്നെയുള്ള വീടുകളുള്ളവരായിരിക്കും. പക്ഷേ നമ്മുടെ ഈ ഏരിയയിലുള്ളവരാവണമെന്നില്ല. ഇവർ നമ്മുടെ ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ റേഡിയസിലുള്ള ആളുകളായിരിക്കും. ഗ്രീൻ കാസ്റ്റലിൽ വില്ല എടുത്തേക്കണത്. പിന്നെ ഒരുമാതിരി പൈസ ഉള്ളവരായിരിക്കും. കാരണം അവിടെ ഒരു വില്ലയ്ക്കൊക്കെ 1 കോടി രൂപയുടെ അടുത്ത് വരുന്നു അല്ലേ. 1 കോടി കൂടുതൽ വരുന്നതായിരിക്കണം. 1 കോടി അടുത്ത് വരുമായിരിക്കും അവിടെ. അപ്പം 5-6 സെൻറ്റ് സ്ഥലമില്ല. 5-6 സെൻറ്റ് സ്ഥലവും വീടങ്ങനെ ആകുമ്പോൾ 1 കോടി രൂപയുടെ അടുത്ത് വരും. ആദ്യം മേടിച്ചവർക്ക് ചിലപ്പോൾ 10-70-75 രൂപ ഒക്കെ കിട്ടി കാണുമായിരിക്കും.